നമ്മൾ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവിനൊപ്പം നടക്കും, പരിശുദ്ധാവിൽ വാസം ചെയ്യുമ്പോൾ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവിക സമാധാനം നമ്മുടെ ഇവരുടെ ഹൃദയങ്ങളിലുമായിട്ട്. നാം ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്നത് യെശയ്യാവിന്റെ പുസ്തകമാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ യെശയ്യാവിന്റെ 2-ാം അധ്യായമാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് ആ യെശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു ഗ്ലോറി, മഹത്വം ഇറങ്ങുന്നതിനെ കുറിച്ചിട്ട്, അന്ത്യകാലത്ത് വെളിപ്പെടുന്ന കർത്താവിന്റെ വലിയൊരു ഗ്ലോറി ഇറങ്ങുന്നതിനെ കുറിച്ചും, പിന്നീട് അടുത്ത വേറൊരു ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ! ഇത് അന്ത്യകാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആ ദൈവത്തിന്റെ ഗ്ലോറി. അത് നോക്കുകയാണെങ്കിൽ അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കും? പാപം വർദ്ധിക്കും, അല്ലേ? പക്ഷെ പുതിയമതിൽ പറഞ്ഞിരിക്കുന്ന പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അത്യന്തമായി പെരുകും. അത് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ എന്താക്കി മാറ്റും? തീജ്വാലകളാക്കി മാറ്റും. ഹല്ലേലൂയ! നമുക്കറിയാം നാം ദൈവത്തിന്റെ മന്ദിരമാണെന്ന്. ഹല്ലേലൂയ! ഇവിടെ മന്ദിരത്തെ കുറിച്ച് പറയുന്നുണ്ട്, യഹോവയുടെ ആലയം. ആരാ യഹോവയുടെ ആലയം എന്ന് പറയുന്നത്? നാം ഓരോരുത്തരല്ലേ. നമ്മൾ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവിനൊപ്പം നടക്കും, പരിശുദ്ധാവിൽ വാസം ചെയ്യുമ്പോൾ, പിന്നെ ദൈവത്തിന്റെ മന്ദിരം. ഹല്ലേലൂയ! സ്തോത്രം. അപ്പൊ അന്ത്യകാലം നടക്കാൻ പോകുന്നത് ആ ആലയമുള്ള, അല്ലെങ്കിൽ ആ സഭ, ദൈവത്തിന്റെ സഭ, ആലയമുള്ള ഓരോ ആലയങ്ങളും ചേർന്നുള്ള ദൈവത്തിന്റെ സഭയിലേക്ക് ആളുകൾ ഓടിച്ചെല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും യഹോവയെ ഉപദേശിക്കപ്പെട്ടവരാണ്, എല്ലാവരും പരിശുദ്ധാത്മാവിനെ ഉപദേശിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ! നമ്മൾ ഓരോ ദിനം നമുക്കറിയാം നമ്മൾ ഇന്നിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ത്യകാലത്തിലാണ്. പല സ്ഥലങ്ങളിലും ഓരോ ഉണർവുകൾ നടക്കുന്നു. ഈ വാക്തവചനം ഓരോ ദിവസവും നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ! സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്നും യഹോവയുടെ വചനവും പുറപ്പെടും. ആമേൻ. ആ വചനം പുറപ്പെട്ടിരിക്കുകയാണ്. വചനം എന്താ പറയുക? എന്റെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങരുത്. ഉദ്ദേശ കാര്യങ്ങൾ അവിടെ നിവൃത്തീകരിക്കുക എന്ന് പറഞ്ഞു. ഈ വചനം പുറപ്പെട്ടിരിക്കുന്ന വചനമാണ് അന്ത്യകാലത്തിൽ. നാം ജീവിക്കുന്നു അന്ത്യകാലത്തിൽ. ഓരോ ദിനം തോറും നാം അത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഈ അന്ത്യകാലത്ത് നാം കർത്താവിന്റെ പങ്കാളികളാകണമെന്നാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ! ഇവിടെ ഇത്രയും കാര്യങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യനെ കൂടാതെ ദൈവം പ്രവർത്തിക്കില്ല. നിങ്ങളെ അതിനെ കണ്ടിരിക്കുക. ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള മഹത്വം നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാനും കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ! അതിന് നമ്മെ തന്നെ കർത്താവിന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിന് വേണ്ടി നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ ഉപയോഗിക്കട്ടെ. അവന്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അവന്റെ ആലയം ഏറ്റവും ഗ്ലോറിഫൈ ചെയ്യണമെങ്കിൽ നാം ഓരോരുത്തരും കർത്താവ് നമ്മെ കണ്ടിരിക്കുകയാണ്. അതിന് നമ്മെ തന്നെ കർത്താവിന് സമർപ്പിച്ചു കൊടുക്കാം.